ഹലോ എവരിവൺ, എൽപോടെക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള പഴയ സ്പീക്കറിന്റെ സെറ്റുകള്, കാസറ്റ് പ്ലെയറുകൾ, അങ്ങനെയൊക്കെയുള്ളതൊക്കെ നമ്മളിപ്പോൾ അങ്ങനെ അധികം ഉപയോഗിക്കണില്ല ശരിക്കും. അതായത് പെൻഡ്രൈവും മെമ്മറി കാർഡൊക്കെ വന്ന കാലഘട്ടത്തിൽ അതൊന്നും അതിലില്ലാത്തതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കണില്ല. അപ്പോൾ നമുക്ക് അതില് സ്പീക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല വർക്കിംഗ് ഒക്കെ ആയിരിക്കും. അപ്പോൾ നമുക്കത് എങ്ങനെ അതിലേക്ക് പെൻഡ്രൈവും ബ്ലൂടൂത്ത് റേഡിയോ FM അങ്ങനെയൊക്കെയുള്ളതൊക്കെ എങ്ങനെ ആഡ് ചെയ്യാം എന്നാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനുവേണ്ടി ഞങ്ങൾ മേടിച്ചിട്ടുള്ള ഒരു യൂണിറ്റ് ആണിത്. ഇതില് ബ്ലൂടൂത്ത് ഉണ്ട്, പെൻഡ്രൈവ് കുത്താം, മെമ്മറി കാർഡ് ഇടാം, ഓക്സ് കൊടുക്കാം, അങ്ങനെ എല്ലാ പരിപാടിയും ഉണ്ട്. റിമോട്ടൊക്കെ ആയിട്ടാണ് ഇത് വരണത്. ഇങ്ങനെ ഒരു കുഞ്ഞ് റിമോട്ടൊക്കെ ഇതിൻ്റെ ഒപ്പം തരുന്നുണ്ട്. 5 വോൾട്ടുമാണ് ഇത് വർക്ക് ചെയ്യണത്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നമ്മുടെ വീട്ടിലുള്ള കാസറ്റ് പ്ലെയർ അങ്ങനെയൊക്കെയുള്ളതിലേക്ക് എങ്ങനെയാണ് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം എന്നാണ് ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂടുതൽ വാല്യുബിൾ കമൻസ് ആണ് ഞങ്ങളുടെ അടുത്ത വീഡിയോയിലേക്ക് വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് ഇടുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ബോർഡ്, അതായത് ആ യൂണിറ്റ്. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇത് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഫ്രണ്ട് പാനലിൽ ഇത് TF എന്ന് കൊണ്ട് എഴുതിയത് മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്യാനുള്ളതാണ്. ഇത് USB, ഇത് ഓക്സ്, പിന്നെ ഓൾറെഡി ഇതിൽ ബ്ലൂടൂത്ത് ഉണ്ട്, പിന്നെ FM റേഡിയോ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ഭാഗം ഇങ്ങനെയാണ് വരിക. അധികം വലുപ്പമൊന്നും ഇത് വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു കണക്റ്റിംഗ് ബാറൊക്കെ ഒരു ഇതിൻ്റെ ഒപ്പം തരുന്നുണ്ട് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് 5 വോൾട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പിന്നുണ്ട്. ആ പിന്നെ ഒരു നെഗറ്റീവ്, ഒരു +5 വോൾട്ട്. പിന്നെ വരുന്നത് ഇതിൽ നിന്ന് വരുന്ന സിഗ്നൽ ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ ഔട്ടാണ്. അതായത് നമ്മൾ ഈ സെറ്റിലേക്ക് കണക്ട് ചെയ്യാനുള്ളതാണത്. അതിങ്ങനെ 3 പിന്നായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് അവർ ഇങ്ങനെ ഒരു കണക്ട് ചെയ്യാൻ വേണ്ടി വയറും ഒരു ജാക്കും തരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതിൽ നോക്കിയിട്ട് കണക്ട് ചെയ്തതിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും ലെഫ്റ്റ് ചാനൽ, ഗ്രൗണ്ട്, റൈറ്റ് ചാനൽ. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇത് കണക്ട് ചെയ്തു. ഇനി നമ്മൾക്ക് 5 വോൾട്ട് ഇതിലേക്ക് കൊടുക്കണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ മൊബൈലിൻ്റെ അഡാപ്റ്റർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ആദ്യം നമുക്ക് ഇതിനെ കണക്ട് ചെയ്യാം. ഇത് വയറടിച്ച് ഈ പിന്ന് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഫോണിൻ്റെ പിന്ന് ഇതിൻ്റെ തുമ്പത്തുണ്ടായിരിക്കും, അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ നമ്മളത് കട്ട് ചെയ്തു. ഇനി ഇതിൻ്റെ വയർ സ്ട്രിപ്പ് ചെയ്യാം. ആദ്യം സ്ട്രിപ്പ് ചെയ്ത് നമുക്കിത് റെഡും ബ്ലാക്കാണ് ഇതിൽ വരുന്നത്. അതായത് ബ്ലാക്ക് മൈനസും റെഡ് പോസിറ്റീവും ഇതിലങ്ങനെ തന്നെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഇത് അതിലേക്ക് കണക്ട് ചെയ്യാം. ആദ്യം നമ്മളിത് നോക്കി പോളാരിറ്റി തെറ്റാണ്ട് നോക്കണം. ഒന്നും ഉണ്ടാവില്ല, എന്നാലും കറക്റ്റായി കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ആദ്യം നമ്മൾ നെഗറ്റീവ് കണക്ട് ചെയ്തു, അത് കഴിഞ്ഞ് ഇതേ പോസിറ്റീവ് റെഡിൽ പിരിച്ചു. കഴിഞ്ഞ് നമുക്കിതൊന്ന് ടേപ്പ് അടിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മൾ കറക്റ്റായിട്ട് പ്ലസ് മൈനസ് നോക്കി അത് കണക്ട് ചെയ്തു നമ്മൾ. അപ്പോൾ നമ്മൾ സപ്ലൈ കൊടുത്തു ഇതിലേക്ക്. ഇനി നേരത്തെ പറഞ്ഞ മാതിരി സിഗ്നല് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഇവരൊരു ജാക്ക് തന്നിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്തെ അറ്റത്ത് നമുക്ക് നമ്മുടെ ഫോണിലൊക്കെ വരണ പോലെ തന്നെയുള്ള 3.5 ഒരു ജാക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ഒരു പിന്ന് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. ഇതാണ് നമ്മുടെ 3.5 mm മറ്റേ സ്റ്റീരിയോ പിന്നിൻ്റെ ജാക്ക്. ഇത് നമുക്ക് ഇതിലേക്ക് സോൾഡർ ചെയ്യാം. ആദ്യം തന്നെ ഇത് അഴിച്ച് ആദ്യം കവർ നമ്മൾ ഇതിലിടണം, എന്നാൽ മാത്രമാണ് അതിൽ കവർ ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ഇത് ഫുള്ളായിട്ട് ഇതിൽ കയറ്റാം. എന്നിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കണം, സെൻറ്റർ വൈറ്റ് വരുന്നതാണ് ഇതിൻ്റെ ഗ്രൗണ്ട്, ഗ്രീനും റെഡും ആണ് ലെഫ്റ്റ് റൈറ്റ് ചാനൽ. അപ്പോൾ അതവിടെ പിന്നിൽ സോൾഡർ ചെയ്യുമ്പോൾ നമ്മളത് നോക്കി തന്നെ ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ഇത് കറക്റ്റായി സ്ട്രിപ്പ് ചെയ്യുക. നെഗറ്റീവ് എപ്പോഴും അടിഭാഗത്താണ് ഇതിൽ വരിക. ഈ പിന്നിൽ ഇങ്ങനെയാണ്, ഈ 2 ചെറിയ പിന്നുകളാണ് ലെഫ്റ്റും റൈറ്റും. ഇതാണ് ഗ്രൗണ്ട് അല്ലെങ്കിൽ നെഗറ്റീവ്. അപ്പോൾ ഇത് ഏറ്റവും ബാക്കിലാണ് വൈറ്റ് വരിക. അതുകൊണ്ട് നമുക്കത് ഇത്തിരി ലെങ്ത് കുറയ്ക്കാം. ബാക്കി 2 സെയിം ലെങ്ത് ആയാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ 3 സ്ട്രിപ്പ് ചെയ്തു. ഇനി നമുക്കിതിന് ഇതിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. വെള്ളം നമ്മൾ സോൾഡർ ചെയ്തു.
ഇനി നമ്മുടെ റെഡും ഗ്രീനും ആണ് നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് ചാനൽ. അപ്പോൾ നമ്മൾ ആദ്യം ഗ്രീൻ ഈ കാണുന്ന ഈ ലീഡിൽ സോൾഡർ ചെയ്തു. ഇനി ഇതിൻ്റെ അപ്പുറത്ത് റെഡ്, അങ്ങനെ റെഡും സോൾഡർ ചെയ്തു. അപ്പോൾ നമ്മുടെ പിന്നിൻ്റെ കണക്ഷൻ കഴിഞ്ഞു. ഇനി ഇതിലിങ്ങനെ ഒരു ഇത് ഒന്ന് ജാമാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലിപ്പ് തന്നിട്ടുണ്ട്. അതിലാക്കി വെക്കുകയാണെങ്കിൽ ഇതിങ്ങനെ വിടാണ്ടിരിക്കാൻ നല്ലതാണ്. അപ്പോൾ നമ്മളതൊന്ന് വെറുതെ ഒന്ന് ടൈറ്റാക്കി വെക്കുക. അപ്പോൾ അത് നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മുടെ കവറ്, പിന്നിന് വരുന്ന കവറ് അതിലേക്ക് പിടിപ്പിക്കുക. അതിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ അതിൽ ടൈറ്റ് ആവും. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത വയറ് നമ്മുടെ ശരിയായി. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് ഔട്ട് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്, അതിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂണിറ്റ് റെഡി ആയി. ഇനി നമുക്ക് ഓണാക്കി നോക്കാം എന്താ ഉണ്ടാവുന്നത്. ഓക്കെ, നമ്മുടെ യൂണിറ്റ് ഓൺ ആയിട്ടുണ്ട്. ആദ്യം തന്നെ ബ്ലൂടൂത്ത് ആണ് ഓണായി വന്നിട്ടുള്ളത്. നമ്മുടെ റിമോട്ടിൻ്റെ ബാറ്ററി വീക്ക് ആവാണ്ടിരിക്കാൻ അവരിവിടെ ഒരു സ്ലൈഡ് ഫിലിം ആയി തന്നിട്ടുണ്ട്. അത് പിടിക്കണം, എന്നാൽ മാത്രമേ റിമോട്ട് വർക്ക് ചെയ്യുള്ളൂ. ഇനി നമുക്ക് ആദ്യം ഇത് EQൻ്റെ ഭാഗങ്ങളാണ് ഇതെല്ലാം. പിന്നെയുള്ളത് മോഡ് മാറ്റാൻ, ഓരോ ഇതായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഓക്സിനുണ്ട്. അപ്പോൾ നമുക്ക് പെൻഡ്രൈവ് ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്, വർക്കിംഗ് ആണോ അറിയാൻ വേണ്ടിയിട്ട്. നമ്മൾ പെൻഡ്രൈവ് കണക്ട് ചെയ്തു, റീഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ യൂണിറ്റിലേക്ക് സൗണ്ട് വരാൻ വേണ്ടി കണക്ട് ചെയ്ത് നോക്കാം. സൗണ്ട് കൂട്ടി നോക്കാം. പെൻഡ്രൈവ് വർക്ക് ചെയ്തു. ഇനി നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് നോക്കാം. ബോക്സ് ആണ്, FM ഉണ്ട്. ബ്ലൂടൂത്ത് ഉണ്ട്. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. ബ്ലൂടൂത്ത് നമ്മുടെ കണക്ട് ആയി. ഇത് നമുക്ക് എന്തെങ്കിലും പാട്ട് വെച്ച് നോക്കാം. റെഡിയാണ്. ബ്ലൂടൂത്ത് വർക്കിംഗ് ആണ്. അപ്പോൾ നമ്മുടെ എല്ലാം ഏകദേശം റെഡിയായി. അപ്പോൾ അധികം പൈസ ചിലവൊന്നും വരുന്നില്ല. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ. റേഡിയോ ഉപയോഗിക്കണം എന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ ആൻറ്റിന എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, അതൊരു വയർ സോൾഡർ ചെയ്തിടണം കറക്റ്റായിട്ട് സിഗ്നൽ കിട്ടാൻ. റേഡിയോൻ്റെ വയറില്ല എന്ന് വെച്ചാൽ റേഡിയോ വർക്ക് ചെയ്യില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ചെറിയൊരു കാര്യമാണ്, നിങ്ങൾക്കും വീട്ടിൽ ചെയ്ത് നോക്കാവുന്ന ഒരു കാര്യമാണ്. വീട്ടിൽ ഇങ്ങനെ ഉപയോഗിക്കാതിരിക്കുന്ന സെറ്റുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ടിടുക. താങ്ക് യു.